യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം നമ്മുടെ ഹൃദയത്തോട് ആഴമായി സംസാരിക്കുന്ന നിലയിൽ ആണ് യോഹന്നാൻ ആ വിഷയം അവതരിപ്പിക്കുന്നത്. കർത്താവിന്റെ ജീവിതം താൻ കർത്താവിന്റെ മാറോട് ചേർന്ന് അല്ലെങ്കിൽ കർത്താവിനോട് ഏറ്റവും അടുത്ത് കർത്താവിനോട് ജീവിച്ച് അത് അനുവാചകർക്ക് അതേ നിലയിൽ മനസ്സിലാകത്തക്ക നിലയിലാണ് യോഹന്നാൻ ആ വിഷയം എഴുതി വരുന്നത്. നമ്മൾ 12-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം മുതൽ 13 മുതൽ മുന്നോട്ടുള്ള അധ്യായങ്ങളിൽ കർത്താവിന്റെ മഹത്വീകരണം എന്നുള്ള വിഷയമാണ് നമ്മൾ പൊതുവായിട്ട് പറയുന്നത്. എന്നാൽ 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ പ്രധാനമായിട്ടും ഒരു വിടവാങ്ങൽ സന്ദേശമാണ്. തന്റെ ശിഷ്യന്മാർക്ക് കർത്താവ് അന്ത്യമൊഴികളായിട്ട് അവർ ഈ ഭൂമിയിൽ കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും അല്ലെങ്കിൽ കർത്താവ് ഭൂമിയിൽ നിന്ന് വിട്ടുപോവുകയും ശിഷ്യന്മാർ തന്നെ ഭൂമിയിലായിരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കർത്താവ് കൊടുക്കുന്ന അധ്യായങ്ങളാണ് 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. അപ്പോൾ ഇതിനകത്ത് യോഹന്നാൻ കർത്താവിന്റെ അന്ത്യനാഴിക അല്ലെങ്കിൽ കർത്താവിന്റെ സമയം, ക്രൂശീകരണ സമയം അടുത്തു എന്നുള്ള വിഷയത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ 12-ാം അധ്യായത്തിൽ അത് കണ്ടു, 11-ാം അധ്യായത്തിലും നമ്മൾ അതിന്റെ സൂചന കണ്ടു. 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ വരുമ്പോൾ പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞു. ഈ നാഴികയ്ക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് ഈ നാഴിക എന്നുള്ള വാക്ക് ആവർത്തിച്ച് ആരംഭം മുതൽ തന്നെ അവസാനം വരെ എന്റെ നാഴിക വന്നിട്ടില്ല എന്ന് കർത്താവ് പറയുന്നത് മുതൽ ഈ രംഗത്തേക്ക് വരുമ്പോഴത്തേനും നാഴിക അടുത്തു അല്ലെ നാഴിക വന്നു കഴിഞ്ഞു എന്നുള്ള ആ ഒരു വിവരണത്തിലേക്ക്, ആ ഒരു വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ നാഴിക അല്ലെ യേശുവിന്റെ നാഴിക അല്ലെങ്കിൽ എന്റെ സമയം എന്ന് കർത്താവ് പറയുന്നത് പ്രത്യേകിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവം, ക്രൂശീകരണം, മരണ, അടക്ക, പുനരുദ്ധാനം, അതുപോലെ സ്വർഗാരോഹണം എന്നിവയോട് ബന്ധപ്പെട്ടാണ് ഈ നാഴിക എന്നുള്ള വാക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേനും കർത്താവ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ശിഷ്യന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതം, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. നാം ഏറ്റവും കൂടുതൽ വായിക്കുന്ന സുവിശേഷങ്ങളിൽ ഒന്നാണ് യോഹന്നാന്റെ സുവിശേഷം. 13-ാം അധ്യായം ആദ്യത്തെ 20 വാക്യത്തിൽ നമ്മൾ കാണുന്ന വിഷയം നമ്മൾ മാത്രമല്ല, ക്രിസ്തീയ നാമധേയരായിരിക്കുന്ന എല്ലാ സമുദായങ്ങളും പെസഹായോടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കാൽ കഴുകൽ ശുശ്രൂഷ. ബിഷപ്പുമാര് ഐമേനിമാരുടെ അല്ലെങ്കിൽ തിരുമേനിമാര് ഐമേനിമാരുടെ, അച്ഛന്മാര് ഐമേനിമാരുടെ, വിശ്വാസികളുടെ കാൽ കഴുകൽ ശുശ്രൂഷ അതൊരു ചടങ്ങായി തന്നെ പെസഹായുടെ ദിവസം ആചരിക്കുന്നു. അപ്പോൾ ഈ ആദ്യത്തെ 20 വാക്യങ്ങളിൽ പെസഹായ്ക്ക് മുമ്പ് കർത്താവ് ചെയ്ത ആ ഒരു ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് യോഹന്നാൻ ആ വിഷയം വിശദീകരിക്കുന്നത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരും ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ യഹൂദ പാരമ്പര്യം പിൻപറ്റുന്നത് കൊണ്ട് കാൽ കഴുകൽ ശുശ്രൂഷ ആ ഒരു പാരമ്പര്യമായിട്ട് അവർ ചെയ്തു വരുന്നു. അതിന്റെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്ന് നമ്മോടുള്ള ബന്ധത്തിൽ എന്താണ് ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാൻ മുഖാന്തരം നൽകുന്ന ഗുണപാഠം അല്ലെങ്കിൽ ദൈവം നൽകുന്ന ആലോചന എന്നുള്ളത് ചിന്തിക്കാമെന്നാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ സെക്ഷനിൽ നമുക്ക് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തെ വിഷയം കർത്താവിന് നമ്മോടുള്ള അഗാധമായ സ്നേഹം. 1-ാം വാക്യത്തിൽ തന്നെ ആ വിഷയം പറയുന്നുണ്ട്. കർത്താവിന് നമ്മോടുള്ള അഗാധമായ സ്നേഹം. നമുക്ക് ആ വിഷയം അറിയാവുന്ന വിഷയമാണ്. എന്നാൽ അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട്, കുറച്ചുകൂടി ആഴമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ പതിയത്തക്ക നിലയിലാണ് യോഹന്നാന്റെ വിഷയം എഴുതുന്നത്. അതിലേക്ക് നമ്മൾ വരും. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്ന വിഷയം ഈ ഒരു വേദഭാഗത്ത് അല്ലെങ്കിൽ കർത്താവ് കാൽ കഴുകുന്ന ശുശ്രൂഷയിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന പാഠം എന്ന് പറയുന്നത് ശുശ്രൂഷയിൽ നമുക്കുള്ള വിനയ മനോഭാവം. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിന് നമുക്ക് വേണ്ട വിനയ മനോഭാവത്തിന്റെ മനോഹാരിതയാണ് കാണിക്കുന്നത് രണ്ടാമതായിട്ട്. മൂന്നാമതായിട്ട് അതിൽ നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം കർത്താവ് നമുക്ക് നൽകുന്ന വിശുദ്ധീകരണത്തിന്റെ ആവശ്യകതയും അതിന്റെ അനുഭവവും. നമുക്ക് നൽകുന്ന ശുദ്ധീകരണം, നമ്മളെ കർത്താവ് ശുദ്ധീകരിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ആവശ്യകത, അനിവാര്യത, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശുദ്ധീകരണം ആവശ്യമായിട്ടിരിക്കുന്നത്, അത് അനുഭവവേദ്യമാകുക, നമ്മുടെ ജീവിതത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ മഹത്വവും ഇതാണ് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ 3 വിഷയങ്ങളും പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന വിഷയം
അതിന്റെ 1-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. യോഹന്നാൻ ഈ വാക്കുകൾ പറയുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ യോഹന്നാന് കഴിഞ്ഞിട്ടില്ല എങ്കിലും കർത്താവിന്റെ ക്രൂശീകരണം അല്ലെങ്കിൽ കർത്താവിന്റെ മരണം ആസന്നമായി എന്നുള്ള വിഷയത്തെ ഏകദേശം ഒരു ധാരണയിലേക്ക് യോഹന്നാൻ എത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് താൻ ഉൾക്കൊണ്ടിട്ടില്ല, എന്നാൽ തനിക്ക് സൂചനകളുണ്ട്. ഈ യോഹന്നാൻ എഴുതുന്നത് കർത്താവിന്റെ മരണശേഷമാണ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാവുന്ന വിഷയം. അതുകൊണ്ട് ആ അനുഭവത്തിലൂടെ ആ സാഹചര്യങ്ങളിൽ യോഹന്നാൻ കടന്നുപോയ മാനസികമായിരിക്കുന്ന ഭാവങ്ങളെ ശരിയായ നിലയിൽ അവതരിപ്പിക്കുവാനായിട്ട് യോഹന്നാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ യോഹന്നാൻ പറയുന്ന ഒരു പ്രത്യേക വിഷയം, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ. അപ്പൊ രണ്ടു കൂട്ടം ആളുകളെ കുറിച്ച് അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ട് വിധത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തെ കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ തന്നെ സുവിശേഷം എഴുതുമ്പോൾ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എല്ലാ മനുഷ്യരെയും കർത്താവ് സ്നേഹിച്ചു, ഒരുപോലെ സ്നേഹിച്ചു. രക്ഷയോടുള്ള ബന്ധത്തിൽ, രക്ഷാ പദ്ധതിയോടുള്ള ബന്ധത്തിൽ, അവരുടെ വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിൽ എല്ലാ മനുഷ്യരോടും ദൈവത്തിനുള്ള ഒരു പൊതുവായ സ്നേഹമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന വിഷയം തനിക്കുള്ളവരെ, യോഹന്നാൻ തന്നെയാണ് ആദ്യം പറഞ്ഞത് ലോകത്തെ സ്നേഹിച്ചു. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ വരുമ്പോൾ യോഹന്നാൻ പറയുന്നത് സർവ്വലോകത്തിന്റെയും പാപത്തിന് പ്രായശ്ചിത്തമായി. അപ്പൊ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ ജനറൽ ആസ്പെക്ട്, പൊതുവായിട്ടുള്ള തലത്തെ യോഹന്നാൻ വ്യക്തമായിട്ട് ചിത്രീകരിച്ച് തന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ കർത്താവ് ക്രൂശ് മരണത്തിലേക്ക് പോകുന്ന സമയത്ത് തന്റെ അന്ത്യമൊഴിയായിട്ട് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കർത്താവ് നൽകുന്ന സന്ദേശം, തന്റെ അവകാശം, തനിക്കുള്ളവർ, അവർ കർത്താവിനുള്ളവരാണ് എന്നുള്ള വിഷയത്തിൽ കർത്താവ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ആയിട്ട്, കുറച്ചുകൂടെ കേന്ദ്രീകൃതമായിട്ട്, സെൻട്രലൈസ്ഡ് ആയിട്ട് ആ വിഷയം പറഞ്ഞു കൊടുക്കുക. എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവരെ വിട്ടങ്ങ് പോയി കഴിയുമ്പോൾ ഇവർ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ആ ഒരു അങ്കലാപ്പ്, ആ ഒരു വിഷമ പ്രതിസന്ധി ഘട്ടം നമുക്കറിയാം. കർത്താവ് പുനരുദ്ധാനം ചെയ്തതിന് ശേഷം ഉള്ള നാളുകളിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുന്ന സമയത്തൊക്കെ ഇവർ മാളിക മുറിയിൽ കൂടിയിരിക്കുന്നതും അവർക്ക് കടന്നു പോകുന്ന മാനസികമായ സംഘർഷങ്ങൾ, യഹൂദന്മാരെ കുറിച്ചുള്ള പേടി, കർത്താവ് അവരെ വിട്ടു പോയതിന്റെ ആഘാതം, ഇതെല്ലാം ഇവർ കർത്താവ് മുൻകൂട്ടി കണ്ടുകൊണ്ട് കർത്താവ് അവരെ ബലപ്പെടുത്തുന്ന അനുഗ്രഹീതമായിരിക്കുന്ന വാക്കുകളാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ യോഹന്നാൻ പറയുന്ന വിഷയം, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ. അപ്പൊ കർത്താവിനോട് കൂടെ ഈ 3.5 വർഷക്കാലം തനിക്കുള്ളവരായിരുന്നവർ, ഈ 12 ശിഷ്യന്മാരോടാണ് കർത്താവ് വിഷയം പ്രധാനമായിട്ട് പറഞ്ഞത്. മറ്റനേകര് കർത്താവിനെ പിൻപറ്റിയിട്ടുണ്ട്. എന്നാൽ ഇവരോട് പ്രൈവറ്റ് ആയിട്ട് കർത്താവ് സംസാരിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിനെ അനുഗമിച്ച ഈ 12 ശിഷ്യന്മാർ അവർ കർത്താവിനോട് കൂടെ ആയിരുന്നത് പോലെ തന്നെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പോൾ യോഹന്നാൻ അവിടെ എടുത്തു പറയുന്ന വിഷയം, ഈ സ്നേഹത്തിന്റെ മഹാത്മ്യം യോഹന്നാൻ എത്രത്തോളം ഉൾക്കൊണ്ടു. നമ്മൾ യോഹന്നാനെ സ്നേഹത്തിന്റെ അപ്പോസ്തലനായിട്ട് നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും നമ്മൾ കർത്താവിനെ വ്യക്തിപരമായിട്ട്, നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കുന്നു, കോമൺ ആയിട്ട്, പൊതുവായിട്ട്. ഈ 12 ശിഷ്യന്മാരും കർത്താവിനെ ഒരുപോലെ അനുഗമിച്ചുവെങ്കിലും പത്രോസ് ഒരാംഗിളിലാണ് കർത്താവിനെ പിൻപറ്റുന്നത്. പത്രോസ് എല്ലാ നിലയിലും വളരെ ഉത്സാഹിയായി മുന്നിൽ ചാടി ഒരു ലീഡിങ് എടുക്കുന്ന ആളായിട്ട്, ഒരു തിടുക്കക്കാരനായിട്ട്, എടുത്ത് ചാട്ടക്കാരനായിട്ട് പത്രോസ് നിൽക്കുക. എന്നാലും പത്രോസിന്റെ ബോധ്യങ്ങൾ അങ്ങനെയാണ്. കർത്താവിനെ അനുഗമിച്ച എല്ലാ ആൾക്കാരിലും അങ്ങനെ. മാർത്തെ പോലെയുള്ളവര് തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന ആളുകളാണ്. എന്നാൽ മറിയെ പോലെ ദൈവവചനം ഹൃദയത്തിൽ ഉൾക്കൊണ്ട് സൈലന്റ് മോഡിൽ കർത്താവിനെ വിശ്വസ്തോടെ പിൻപറ്റുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇവിടെ യോഹന്നാൻ കർത്താവിനെ വ്യക്തിപരമായി മനസ്സിലാക്കിയ ആ സ്നേഹത്തിന്റെ മാഹാത്മ്യമാണ് ഇവിടെ പറഞ്ഞത്. യോഹന്നാൻ എഴുതി വെക്കുമ്പോൾ കർത്താവ് ചെയ്ത ശുശ്രൂഷ, യോഹന്നാൻ അതിന് ശേഷമാണ് ആ വിഷയം എഴുതുന്നത്. ചെയ്യാൻ പോകുന്ന കാര്യം എഴുതി വെക്കുകയല്ല, ഈ കാൽ കഴുകൽ ചെയ്ത സംഭവം നടന്നതിന് ശേഷമാണ് യോഹന്നാൻ ഏതായാലും വിഷയം എഴുതുന്നത്. അപ്പോൾ ആ ഒരു കാൽ കഴുകൽ ശുശ്രൂഷയിൽ യോഹന്നാന്റെ ഹൃദയത്തിൽ ഭരിച്ച ദൈവാത്മ ആലോചന, അല്ലെങ്കിൽ ദൈവം മനുഷ്യനെ എങ്ങനെ സ്നേഹിച്ചു എന്നതിന്റെ ശരിയായ ഒരു ചിത്രീകരണം. അപ്പൊ ദൈവമക്കളായിരിക്കും നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഇവിടെ യോഹന്നാൻ എടുത്തു പറയുകയാണ്, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു. അവരെ വിശ്വാസ ജീവിത യാത്ര, അല്ലെങ്കിൽ കർത്താവിനെ അവരനുഗമിച്ച കാലത്ത് കർത്താവ് എത്ര വിശ്വസ്തയോടെയും എത്ര സ്നേഹത്തോടെയും കരുതലോടെയുമാണ് അവരെ നടത്തിയത്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് പ്രതിസന്ധികളിൽ കരുതി ബലപ്പെടുത്തി കൈവിടാതെ കൂടെ നടത്തുന്ന ഒരു കർത്താവിനെ അവര് കണ്ടു. എന്നാൽ അവിടെ യോഹന്നാൻ എടുത്തു പറയുന്ന ഒരു പ്രത്യേക വാക്ക്, അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അപ്പോൾ ഇവിടെ യോഹന്നാൻ ഈ അവസാനത്തോളമുള്ള സ്നേഹം എന്നുള്ള വിഷയത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ അതിന്റെ മഹത്വം
ശരിയായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ കാൽവരി ക്രൂശിലേക്ക് വരുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് മറിയയെ യോഹന്നാനെയാണ് പരമേൽപ്പിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ ഈ ഒരു കരുതൽ, സ്നേഹത്തിന്റെ കരുതലിനെ കുറിച്ച് യോഹന്നാൻ ശരിയായ നിലയിൽ മനസ്സിലാക്കണം. തന്റെ അമ്മയെ, മാതാവിനെ, ഈ ഭൂമിയിൽ കർത്താവിനെ ജഡാവതാരം എടുക്കുവാനായിട്ട് മുഖാന്തരമായി തീർന്ന മറിയോടുള്ള ബന്ധത്തിൽ തന്റെ മറ്റു മക്കൾ വിശ്വാസത്തിലല്ലാത്ത കാരണത്താൽ സേഫ് ആയിട്ടുള്ള ഒരു കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന കർത്താവിന്റെ കരുതലും സ്നേഹവും അത് യോഹന്നാനെ സ്പർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശിഷ്യന്മാര് ഗത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവിനെ പിടിക്കുമ്പോൾ കർത്താവ് അവരോട് പറയുന്ന, പടയാളികളോട് പറയുന്ന, അല്ലെങ്കിൽ മതപുരോഹിതന്മാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ ആകുന്നു തിരയുന്നുവെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ. അപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന കരുതലും സ്നേഹവും പ്രൊട്ടക്ഷനും വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ യോഹന്നാന്റെ ഹൃദയത്തിൽ ആ ഉൾക്കൊള്ളുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ കർത്താവിന്റെ വിനയം, അതാണ് യോഹന്നാന്റെ ഹൃദയത്തെ ഭരിച്ചത്. ആ വിനയം, കർത്താവ് തങ്ങളുടെ കാലുകൾ കഴുകുവാനായിട്ട് കർത്താവ് എത്രത്തോളം താഴ്മ ധരിച്ചു എന്നുള്ള വിഷയം യോഹന്നാന്റെ ഹൃദയത്തെ ധരിച്ചപ്പോൾ അത് താൻ താഴോട്ട് പറഞ്ഞു വരുന്നത് ആ വിഷയമാണ്. എന്നാൽ അതിനു മുമ്പ് താൻ പറയുന്ന വാക്കുകൾ, അതൊരു എഴുത്തുകാരന്റെ പ്രത്യേകതയാണ്. താൻ ഒരു വലിയ വിഷയം പറയാനായിട്ട് പോകുമ്പോൾ അതിന്റെ റിസൾട്ട് ആദ്യം ഒന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന, വ്യാപരിച്ചിരുന്ന കാരണം. അപ്പൊ യേശു എന്തുകൊണ്ട് ശിഷ്യന്മാരുടെ കാല് കഴുകി എന്നുള്ളതാണ് യോഹന്നാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇവിടെ കർത്താവ് ക്രൂശിലെ മരണത്തോളം നമ്മളെ സ്നേഹിച്ചു. പൗലോസ് ലേഖനം എഴുതുമ്പോൾ, റോമാ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വായിക്കുന്നുണ്ട്, 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു മരിച്ചു. അപ്പോൾ ഇതേ വിഷയമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി തീർന്ന എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ കുടിക്കൊള്ളുന്ന വിഷയം. ഞാൻ പാപിയായിരിക്കുമ്പോൾ വിശുദ്ധനായ ദൈവം എന്നോട് കാണിച്ച ആ സ്നേഹം, ആ സ്നേഹത്തെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ആ ബോധ്യത്തിൽ മുന്നോട്ട് ജീവിക്കുമ്പോൾ കർത്താവ് ചെയ്ത പ്രവൃത്തിയാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്ന വിഷയം. ഇവിടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അത്താഴമായപ്പോൾ, യോഹന്നാൻ ഇങ്ങനെ എഴുതി വരുമ്പോൾ ആ ഓർഡർ വരുന്നു. പക്ഷെ നമ്മൾ വിഷയം പഠിച്ചു വരുമ്പോൾ കുറച്ചുകൂടെ 3-ാം വാക്യമാണ് ആദ്യമായിട്ട് വരിക. ഈ യോഹന്നാൻ പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ. ഇപ്പൊ യേശു ഇപ്പോഴല്ല അറിഞ്ഞത്, യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ ഇതല്ലേ യേശുവിന് അറിയാവുന്ന വിഷയമാണ്. എന്നാൽ യോഹന്നാൻ ഈ ഒരു വിഷയം അവിടെ എടുത്തു പറയുവാനായിട്ടുള്ള കാരണം 4-ാം വാക്യത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ മഹത്വപ്പെടുത്തലിൽ യോഹന്നാൻ എടുത്തു പറഞ്ഞ വിഷയം, പിതാവ് സകലവും തൻ്റെ കയ്യിൽ വഹിച്ചു. ഉള്ളം കയ്യിൽ നമ്മളെ വഹിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. പ്രപഞ്ചം കർത്താവ് ഞാണുകൊണ്ട് അളക്കുന്നു എന്ന് നമ്മൾ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം, യേശു കർത്താവിന്റെ ദൈവത്വം, അല്ലെങ്കിൽ സർവ്വവല്ലഭനായിരിക്കുന്ന യേശു കർത്താവിന്റെ വല്ലഭത്വം താൻ പറയുന്നു. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നത്, താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന് ദൈവത്തിന്റെ അടുക്കൽ പോകുന്നു, സർവജ്ഞാനിയായ ദൈവം. അപ്പോൾ യേശു കർത്താവിന്റെ ദൈവത്വം എന്നുള്ള വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് യോഹന്നാൻ പറയുകയാണ്, ദൈവമായിരിക്കുന്ന യേശു കർത്താവ് താൻ ചെയ്യാൻ ഒരു വലിയൊരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകുകയാണ്. 4-ാം വാക്യത്തിൽ പറയുന്നു, അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തോർത്തുവാനും തുടങ്ങി. യേശു കർത്താവ്, നമുക്കറിയാം യഹൂദന്മാർക്ക് എപ്പോഴും മേൽ വസ്ത്രമുണ്ട്, അത് പൊതുവായിട്ട് അവർ യാത്രയിലൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. ആ വസ്ത്രം യേശു കർത്താവ് മാറ്റിവെച്ച് ഒരു സെർവന്റ് മനോഭാവത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം യഹൂദ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ യജമാനന്മാര് അല്ല കാല് കഴുകുന്നത്, ദാസന്മാർ യജമാനന്മാരുടെ കാലാണ് കഴുകുന്നത്. അതാണ് അന്നത്തെ കൾച്ചർ, അന്നത്തെ പരിചയത. ഇന്ന് കേരളത്തിലും പണ്ടത്തെ പ്രമാണിമാരുടെ വീടുകളിൽ വരുമ്പോൾ വീടിന്റെ സ്റ്റെപ്പിന്റെ അടുത്ത് മൊന്തയിൽ വെള്ളം വെച്ചിട്ടുണ്ടാകും. അവർ വന്ന് സ്വയമേ ഈ കാലിൽ കഴുകിയിട്ട് കയറി പോകുന്ന പരിചയമുള്ളവരുണ്ട്. എന്നാൽ കുറച്ചും കൂടെ ആഢ്യത്വമുള്ളവരാണെങ്കിൽ ദാസന്മാർ വന്ന് കാലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പരിചയങ്ങളുമുള്ള സ്ഥലങ്ങളുണ്ട്. ഇതുപോലെ ജൂവിഷ് കൾച്ചറിൽ ഉണ്ടായിരുന്ന ഒരു പ്രാക്ടീസ് ആണ് യജമാനന്മാരുടെ കാല് കഴുകുക. അത് ദാസത്വത്തിന്റെ ഒരടയാളമാണ്. അപ്പോൾ ഇവിടുത്തെ യോഹന്നാനെ ശ്രദ്ധിപ്പിച്ചിരിക്കുന്ന, അല്ലെ യോഹന്നാന്റെ മനസ്സിനെ അലട്ടിയിരിക്കുന്ന ഏറ്റവും ആഴമായിരിക്കുന്ന വിഷയം,
ദൈവമായിരിക്കുന്ന കർത്താവ്, സർവാധികാരിയും സർവജ്ഞാനിയുമായിരിക്കുന്ന യേശു കർത്താവ് എന്ത് ചെയ്തിരിക്കുകയാണ്? ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. അത് തൻ്റെ ഹൃദയത്തിൽ താൻ ഉൾക്കൊണ്ടപ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തപ്പോൾ, ദൈവം യോഹന്നാന് കൊടുത്ത ആ ഒരു ചിത്രീകരണമാണ്, ആ ഒരു വിശദീകരണമാണ് ആ കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചുള്ള മാഹാത്മ്യം എന്ന് പറയുന്നത്. ഇവിടെ എടുത്തു പറയുന്ന വിഷയം നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5 തൊട്ടുള്ള വാക്യങ്ങളിൽ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു എന്ന് നമ്മൾ വായിക്കും. നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ താഴ്മയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന വാക്യങ്ങളാണ്, അതെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കർത്താവിന്റെ ആ ഒരു താഴ്മയെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന ഒരു ഉൾക്കാഴ്ച അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവാത്മാവ് നൽകുന്നു, യോഹന്നാനിലൂടെ നൽകുന്നു. എന്നാൽ യോഹന്നാൻ കുറച്ചുകൂടെ അത് വ്യക്തമാക്കി നമുക്ക് തരികയാണ്. അപ്പോൾ യേശു കർത്താവിന്റെ താഴ്മയുള്ള മനോഭാവം നമുക്ക് എന്തിനു വേണ്ടിയായിരുന്നു? അതാണ്, അല്ലെങ്കിൽ എന്തോടുള്ള ബന്ധത്തിലാണ് കർത്താവ് ആ താഴ്മ ധരിച്ചതെന്നാണ് യോഹന്നാൻ ആദ്യമായിട്ട് പറയുന്നത്. കർത്താവ് നമ്മളെ സ്നേഹിച്ചത് മുഖാന്തരം തന്റെ ദൈവിക മഹത്വം താൻ ഒഴിഞ്ഞു വെച്ചു. ഫിലിപ്പിയ ലേഖനത്തിലാണ് കൃത്യമായിട്ട് ആ വാക്കുകൾ തിയോളജിക്കലി, ദൈവശാസ്ത്രപരമായിട്ട് പൗലോസ് അപ്പോസ്തലൻ വാക്ക് ഉപയോഗിക്കുന്നത്. ദൈവത്തോടുള്ള മഹത്വം അല്ലെങ്കിൽ ദൈവിക മഹത്വം അത് മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്ത് താണു വന്നു. എന്നാൽ യോഹന്നാൻ വളരെ കൊളോക്കിയലായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, നമ്മുടെ സംസാര ഭാഷയിൽ പറഞ്ഞു, എന്ത്? യേശു കർത്താവ് താൻ ഉടുത്തിരുന്ന വസ്ത്രം, അതായത് മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ യോഗങ്ങളിൽ ഉപയോഗിക്കുന്ന വസ്ത്രം മാറ്റിവെച്ച് ഒരു ദാസവേഷത്തിലേക്ക് താൻ വിനയപ്പെട്ടു വരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇവിടെ എടുത്തു കാണിക്കുന്ന ഒരു പ്രധാന വിഷയം യേശു കർത്താവിന്റെ സ്നേഹത്തിന്റെ വിശാലതയാണ്. ഇവിടെ ഈ സീനിൽ 2-ാം വാക്യത്തില് അവിടെ യോഹന്നാൻ ഇസ്കറിയോത്ത യൂദായെയും പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മൾ വായിക്കുന്നത്, അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ ഇസ്കറിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു വിഷയം, കർത്താവ് എന്ത് ചെയ്യുക? യോഹന്നാൻ കർത്താവിനെ ദൈവിക മഹത്വത്തിൽ കാണും, ദൈവസ്നേഹത്തെ കാണുന്നു, കർത്താവിന്റെ മഹത്വത്തെ കാണുന്നു, കർത്താവിന്റെ സർവജ്ഞാനത്തെ കാണുന്നു. ഇതൊക്കെ യോഹന്നാൻ കർത്താവിൽ ഇങ്ങനെ ദർശിക്കുന്ന സമയത്ത് കർത്താവ് ഇവരോടുള്ള സ്നേഹവും ഇവരോടുള്ള ആ കരുതൽ, നമുക്കറിയാം, അവരുടെ റെസ്പെക്റ്റ് ആണ്. ദാസന്മാരാണ് യജമാനന്മാരുടെ കാല് കഴുകുന്നത്. അപ്പോൾ ഇവിടെ കർത്താവ് ഈ ശിഷ്യന്മാരുടെ കാല് കഴുകുമ്പോൾ കർത്താവ് ദാസന്റെ രൂപം എടുക്കുകയും ഇവർക്ക് യജമാനന്റെ സ്ഥാനം കൊടുക്കുക, കർത്താവിന്റെ സ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിച്ചു എന്നല്ല ആശയം. എന്നാൽ കർത്താവിന്റെ ഹൃദയത്തിൽ തന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ഈ 12 പേരോടുള്ള ബന്ധത്തിലും കർത്താവിന്റെ ആദരവ്, റെസ്പെക്ട്, കർത്താവ് എങ്ങനെയാണ് അവരെ ഓണർ ചെയ്തത് എന്നുള്ളത് കർത്താവ് വ്യക്തമാക്കി കാണിക്കുക. കർത്താവിന്റെ ഹൃദയത്തിൽ അവർക്കുള്ള സ്ഥാനം എന്തായിരുന്നു? അപ്പൊ നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നാം ഇങ്ങനെ ഈ ഭൂമിയിൽ ബലഹീനതയുള്ള, ന്യൂനതകളുള്ള, കുറുവശങ്ങളൊക്കെ ഉള്ള ഒരു ശരീരം. നമുക്കറിയാം, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവിശ്വാസത്തിന്റെ അനേക സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്, വെറുപിറുക്കുന്ന സന്ദർഭങ്ങൾ വന്നിട്ടുണ്ട്, അവര് കർത്താവിനോട് പരിഭവം പറയുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ ഹൃദയത്തിൽ അവർക്കുണ്ടായിരുന്ന സ്ഥാനം എത്ര ഉന്നതമായിരുന്നു എന്ന് കർത്താവ് ഇവിടെ താൻ യാത്രയാകുന്നതിന് മുമ്പ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. കർത്താവ് ആ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അതിനകത്ത് ആരുണ്ട്? ഒറ്റുകാരനായിരിക്കുന്ന യൂദയുമുണ്ട്. അപ്പൊ ഇത് വലിയൊരു വിശാലത, അതായത് കർത്താവിന്റെ സ്നേഹത്തിന്റെ വിശാലത എത്ര ആഴമേറിയതാണ് എന്ന് യോഹന്നാൻ നമുക്ക് ഒന്ന് വെളിപ്പെടുത്തി തരുവാനാണ് ഈ യൂദയെ കുറിച്ചുള്ള പരാമർശം അവിടെ പ്രത്യേകമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അത്താഴത്തില് കർത്താവ് വന്നിരിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി എന്താ? ശിഷ്യന്മാരുടെ കാല് കഴുവാനായിട്ട് കർത്താവ് ഒരുങ്ങുക. ഈ ഒരുങ്ങുന്ന സമയത്ത് യൂദയുടെ ഹൃദയത്തിൽ നടക്കുന്ന പ്രവൃത്തി എന്താ? പിശാച് അവന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയ എന്ന് പറഞ്ഞാൽ, കർത്താവ്, നമ്മൾ കുറച്ചുകൂടെ അതൊരു ഡ്രാമാറ്റിക് സ്റ്റൈലില്, ഒരു ഡ്രാമ സ്റ്റൈലിൽ ചിന്തിച്ചാൽ, കർത്താവ് യൂദയുടെ പാദത്തിൽ വെള്ളം ഒഴിച്ച് പാദം തുടയ്ക്കുന്ന സമയത്ത് യൂദയുടെ ഹൃദയത്തിൽ നടക്കുന്ന വിഷയം ഈ കർത്താവിനെ എങ്ങനെ ക്രൂശീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം എന്നുള്ള ചിന്തയാണ്. ഇത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. കർത്താവ് ആ ചിത്രം വ്യക്തമായിട്ട് കർത്താവ് കാണുന്നുണ്ട്. ഇവനാണ് കർത്താവ് വിഷയം പറഞ്ഞു, നിങ്ങൾ ഒരു പിശാചാകുന്നു, അവനാണ് എന്നെ ഒറ്റിക്കൊടുക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തി അവന്റെ കാലും കർത്താവ് കഴുകുന്നു എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് ഈ 3.5 വർഷക്കാലം കൂടെ കൊണ്ടു നടന്ന എല്ലാവരെയും, ഇവൻ ഒറ്റ കൊടുക്കാനുള്ളതവനാണെന്ന് കർത്താവിന് അറിയാമെങ്കിലും അവന്റെ കാലും ഒരു പക്ഷഭേദവും കഴിക്കാതെ അവന്റെ കാലും, അതിനൊരു കാരണമുണ്ട്. യോഹന്നാന്റെ കാലിൽ കർത്താവ് വെള്ളം ഒഴിച്ച് ടവല് കൊണ്ട് തുടയ്ക്കുന്ന സമയത്ത് യോഹന്നാന്റെ ഹൃദയത്തിൽ
മതിച്ച വിഷയം, അവനെ ഭരിച്ച വിഷയം എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹമാണ്. കർത്താവ് അവന് കൊടുത്ത സ്ഥാനം, ആ റെസ്പെക്ട്, ആ ബഹുമാനം കർത്താവ് യോഹന്നാൻ ഉൾക്കൊള്ളുമ്പം യൂത എന്ത് ചെയ്യുക? ആ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ കർത്താവിനെതിരെ ചിന്താഗതികൾ പോകുന്ന ഒരു സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വിഷയം, യൂതയ്ക്ക് മാനസാന്തരത്തിന് ഒരവസരം കർത്താവ് അവിടെ ഒരുക്കി കൊടുക്കുകയാണ്. യൂത മാനസാന്തരപ്പെടത്തില്ല, കാരണം അവന്റെ ഹൃദയത്തിൽ ഭരിക്കുന്നത് പിശാചാണ്. എന്നാൽ ദൈവസന്നിധിയിൽ ന്യായവിധി ദിവസത്തിൽ ന്യായം പറയാതിരിക്കുവാനായിട്ട് ദൈവം അവന്റെ മുമ്പിൽ ഒരു വഴിയൊരുക്കാം. മറ്റു 11 പേരെയും പോലെ യൂദയ്ക്കും ദൈവം ഒരവസരം കൊടുക്കുക. എന്താ? അവനെയും കർത്താവ് സ്നേഹിച്ചു ആദ്യത്തോളം. ആദ്യം എങ്ങനെ സ്നേഹിച്ചോ അന്ത്യത്തോളം, അവസാനത്തോളം അങ്ങനെ സ്നേഹിച്ചു. ആ 12 പേരെ ഒരുപോലെ സ്നേഹിച്ചു, ആദരിച്ചു. ഈ 11 പേരുടെ കാലം കഴുകിയതുപോലെ തന്നെ യൂദയുടെ കാലം കർത്താവ് തുറച്ചു. അതുകൊണ്ട് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കണം എന്നുള്ളത് ദൈവ നിയോഗമാണ്. അത് കർത്താവ് മരിക്കാൻ വേണ്ടി ഒരു കൊടുക്കൽ ആവശ്യമാണ്. അത് പ്രവചന നിവൃത്തിയാണ്. എന്നാൽ ആ പ്രവചന നിവൃത്തി നടക്കുമ്പോൾ തന്നെ കർത്താവ് അവന് മാനസാന്തരത്തിന് ഒരു പ്രൊവിഷൻ അവന് ഒരുക്കിയിട്ടുണ്ട്. അത് ദൈവനീതിയാണ്. അവൻ മാനസാന്തരപ്പെടില്ല എന്ന് കർത്താവിന് അറിയാമെങ്കിലും അവന് മാനസാന്തരത്തിന് ഒരു പ്രൊവിഷൻ. പത്രോസ് കർത്താവിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിനെ കർത്താവ് ഒന്ന് നോക്കിയവിടെ പത്രോസിന് മാനസാന്തരം ഉണ്ടായി, യഥാസ്ഥാപനം ഉണ്ടായി. അപ്പോൾ കർത്താവ് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നെങ്കിലും ന്യായവിധി ദിവസത്തിൽ താൻ നീതിമാനാകേണ്ടതിനു വേണ്ടി, നീതിമാനാണ് എന്ന് വ്യക്തമാക്കുവാൻ കർത്താവ് ഇവന് യൂദയ്ക്ക് ഒരവസരം കൂടെ കൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ യോഹന്നാൻ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു തരുന്ന 1-2 വിഷയം, നാം എങ്ങനെ ജീവിച്ചു, കർത്താവിനെ നമ്മൾ അനുഗമിച്ചു വരുന്നു. നാം ഓരോരുത്തരും കർത്താവിനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകളിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്, കർത്താവിനോടുള്ള സമർപ്പണത്തിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്, കർത്താവിനെ മനസ്സിലാക്കുന്നതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഈ കുറവുകളെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ കർത്താവ് നമ്മോട് കാണിക്കുന്ന കർത്താവിന്റെ പ്രവൃത്തി തുല്യമാണ്. നാം കർത്താവിനോട് അവിശ്വസ്തരായി പാർത്താലും കർത്താവ് നമ്മോട് വിശ്വസ്തരായിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിശ്വസ്തയോടെ ജീവിക്കാമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ അവിശ്വസ്തയോടെ ജീവിക്കുന്നതിന്റെ റിസൾട്ടാണ് യൂദയ്ക്ക് പറ്റിയത്. അപ്പോൾ അതൊരു ഗുണപാഠമാണ്. കർത്താവ് കൃത്യമായ നിലയിൽ സ്നേഹവും കരുതലും ഒരുപോലെ കൊടുത്തു എങ്കിലും യൂദയുടെ ഹൃദയത്തിൽ പിശാചിന് പ്രവർത്തിക്കുവാൻ, അവിശ്വസ്തനായിരിക്കുവാൻ, കർത്താവിനെതിരെ പ്രവർത്തിക്കുവാനായിട്ട് ഒരവസരം കൊടുത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? യൂദയ്ക്ക് ഒരിക്കലും കർത്താവിന്റെ സ്നേഹത്തെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, ദൈവകൃപയിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞില്ല. ആ നാശയോഗ്യനായിട്ട് അവൻ നാശത്തിന്റെ വഴിയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ യോഹന്നാൻ നമ്മോട് പറഞ്ഞു തരുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, കർത്താവ് നമ്മോട് കാണിക്കുന്ന സ്നേഹം നമ്മുടെ ക്വാളിറ്റിയുടെ, നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കർത്താവിന് യോഗ്യത മനസ്സിലാക്കത്തക്ക നിലയിൽ നമ്മളോട് കർത്താവ് ഇടപെടുകയാണ്. യോഹന്നാൻ പോലും സംശയിച്ചു പോയ നിമിഷങ്ങളുണ്ട്. കർത്താവിന്റെ ആ പീഡനത്തോടുള്ള ബന്ധത്തിൽ ഇവരെല്ലാവരും ഉള്ളുകൊണ്ട് പതറിയിരിക്കുന്നു. കർത്താവിന്റെ പുനരുദ്ധാന ശേഷവും ഇവർ ഉള്ളുകൊണ്ട് ചഞ്ചലപ്പെട്ടായിരിക്കുന്നു. അങ്ങനെ ഒരു അവസരത്തിൽ ഇരിക്കുമ്പോൾ പോലും കർത്താവ് ഈ കാണിച്ച സ്നേഹത്തിന്റെ പ്രവൃത്തി ഇവരുടെ ഓർമ്മയുടെ താളുകളിൽ ഇവർ രേഖപ്പെടുത്തി വെച്ചു എന്നുള്ളത്, അത് ചിന്തിക്കും തോറും അത് വെളിപ്പെട്ട് വരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ വരുമ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തന്റെ ജീവനെ മറുവിലയായി സഭയ്ക്ക് വേണ്ടി കൊടുത്തതുപോലെ എന്നൊരു ഫിഗറേറ്റീവായിട്ട് കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ ആ വാക്യം ഉപയോഗിക്കുന്നുണ്ട്. അവിടെ കർത്താവ് പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു വാക്ക് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം, ക്രിസ്തുവും നമ്മെ സ്നേഹിച്ചതുപോലെ. 27-ാം വാക്യത്തിൽ വരുമ്പോൾ കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഒരു ദൈവത്തിന്റെ ആത്മാവ് പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം പറയുന്ന ഒരു വാക്ക്, തന്നെ ഏൽപ്പിച്ചു കൊടുത്തു സഭയ്ക്ക് വേണ്ടി. ഈ സഭ എന്ന് പറയുന്നവരാ അപ്പോസ്തലന്മാർ ഉൾപ്പെടുന്ന പുതിയ നിയമവിശ്വാസികളാണ് സഭ, നമ്മൾ ഉൾപ്പെടുന്ന പുതിയ നിയമവിശ്വാസികൾ. അപ്പോൾ നമുക്ക് വേണ്ടി കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അതേ ആശയം തന്നെയാണ് യോഹന്നാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ശുശ്രൂഷയുടെ ഒരു ദൃഷ്ടാന്തം. ഇതിനകത്ത് പല ഗുണപാഠങ്ങളുണ്ട്. അതാണ് നമ്മൾ കണ്ടത്. ഒന്ന്, കർത്താവിന് നമ്മളുള്ള അഗാധമായ സ്നേഹം കർത്താവ് ഈ ഒരു പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുക. യാതൊരു യോഗ്യ അവിശ്വസ്തനായിരിക്കുന്ന, അവിശ്വാസിയായിരിക്കുന്ന ഇസ്കറിയാത്ത യൂദ ഉൾപ്പെടുന്ന 12-അംഗ ടീമിനെ കർത്താവ് സ്നേഹിച്ചപ്പോൾ ആദ്യം സ്നേഹിച്ചതുപോലെ തന്നെ ഒടുക്കത്തോളം അവരെ സർവ്വലോകത്തോടും കർത്താവ് സ്നേഹിച്ചു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് കർത്താവിന് ഇച്ചിരി ഹൃദ്യമായ സ്നേഹം ഉണ്ട്.
അത് നമുക്കുള്ള വിഷയം. നമ്മളും എല്ലാവരെയും സ്നേഹിക്കുന്നവര്. പക്ഷെ നമ്മുടെ ഭാര്യയോട് അല്ല ഭർത്താവിനോട് മക്കളോട് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. സഭയിലല്ല വിശ്വാസികൾ നമ്മൾ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ കുടുംബത്തോട് നമുക്കൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഇതുപോലെ ലോകത്തോട് കർത്താവ് രക്ഷാപരമായി ഒരേ നിലയിൽ സ്നേഹം കാണിക്കുന്നുവെങ്കിലും വിശ്വസിച്ചവരോട് കർത്താവിനൊരു പ്രത്യേക സ്നേഹമുണ്ട്. പ്രിയ മക്കൾ എന്ന പോലെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ സ്നേഹിക്കപ്പെട്ട വ്യക്തികള് കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യോഹന്നാനിലൂടെ ആ കാര്യം വ്യക്തമാകുന്നു. ഒന്നാമത്തെ വിഷയം, ഇത് നാം അർഹിക്കാത്ത ഒരു സ്നേഹമാണ്. നമ്മളറിയാം, നമ്മളെല്ലാവരും പാപികളാണ്. യോഹന്നാൻ ആ കാര്യമാണ് ലേഖനത്തിലും സുവിശേഷത്തിലും വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ ഈ സ്നേഹത്തിന് അർഹരല്ല, അനർഹരാണ്. നമുക്ക് ഒരിക്കലും അതിന് അർഹതയില്ല, പാപികളാണ്. എന്നാൽ കർത്താവ് നമ്മൾ ഒരു അർഹതയും ഒരു യോഗ്യതയും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ അർഹിക്കാത്ത സ്നേഹം കർത്താവ് നമുക്ക് തന്നു. രണ്ടാമത്തെ പ്രത്യേകത, ഇത് വിനയം ഉണ്ടാക്കുന്ന ഒരു സ്നേഹമാണ്. അതായത് കർത്താവ് നമ്മളെ സ്നേഹിച്ചപ്പോൾ കർത്താവിന് വിനയം എന്ന് പറയുന്നത് ഏത് തലത്തിൽ വരെ എത്തി? ഫിലിപ്പിലെ എന്ന് പറയുമ്പോൾ കർത്താവ് ദൈവമായിരുന്നവൻ ജഡശരീരമെടുത്ത ജഡരക്തങ്ങളോട് കൂടിയവനായി ഭൂമിയിലേക്ക് വന്നു. അതൊരു വിനയമാണ്. അങ്ങനെ വന്നത് മാത്രമോ, ആ വന്ന മനുഷ്യ സമൂഹത്തിൽ രാജാവായി വാഴേണ്ട കർത്താവ് ദാസനായി വരികയാണ്. നമ്മൾ യശയ്യാപ്രവചനത്തിൽ സഫറിംഗ് സെർവന്റ് ആയിട്ട്, കഷ്ടത അനുഭവിക്കുന്ന ദാസനായിട്ട് യശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ കർത്താവിനെ കാണുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ വിനയം എന്ന് പറയുന്നത് ഈ സ്നേഹം വിനയം ഉളവാക്കുന്ന ഒന്നാണ്. അപ്പോൾ യോഹന്നാൻ നമ്മളോട് പറഞ്ഞു വരുന്ന സന്ദേശം എന്ന് പറയുന്നത്, നാം സ്നേഹം ദൈവസ്നേഹമാണ്, നമ്മൾ ദൈവസ്നേഹം ഉൾക്കൊണ്ടിരിക്കുന്നു, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദൈവം പകർന്നു തന്നിരിക്കുന്ന സ്നേഹത്തെ യഥാവിധി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിശ്വസ്തയോടെ കർത്താവിനെ പിൻപറ്റുവാനായിട്ട് പറ്റുകയുള്ളൂ. ഒന്നാമത്തെ വിഷയം, ഇത് ഞാൻ അർഹിക്കാത്ത സ്നേഹമാണ്. നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായി തീരണമെങ്കിൽ ഈ സ്നേഹം ഞാൻ അർഹിക്കുന്നതല്ല, എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത സ്നേഹമാണ് ദൈവം എന്നോട് കാണിച്ചത് എന്നുള്ള ബോധ്യം നമ്മുടെ ധരിക്കണം. അപ്പോൾ നമുക്ക് വിനയം ഉണ്ടാകും. അതിനാണ് വിനയം ഉളവാക്കുന്ന സ്നേഹം. ദൈവപുത്രനെ മനുഷ്യരുടെ കാല് കഴുകുന്ന അവസ്ഥയിലേക്ക് വിനയത്തോടെ, അത് ഇതിന്റെ ക്രൂശിലെ മരണത്തോടെ അനുസരണമുള്ളവനാക്കി എന്നാണ് പൗലോസ് ഫിലിപ്പിയിലെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ ആ താഴ്മയുടെ ഗൗരവം, എന്തിനാണ് കർത്താവ് വന്നത്, അതിനാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്. എന്നാൽ ഇവിടെ സർവീസിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. ആ സ്നേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത, പാപത്തെ വിട്ട് അകന്ന് ജീവിക്കുവാനായിട്ട് സഹായിക്കുന്നു. ഒന്ന്, അർഹിക്കാത്ത സ്നേഹമാണ്. രണ്ട്, വിനയമുളവാക്കുന്ന സ്നേഹമാണ്. മൂന്ന്, പാപത്തെ വിട്ട് അകന്ന് ജീവിക്കുവാനായിട്ട് സഹായിക്കുന്നു. യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവൻ പാപം വിട്ടതിൽ പാപം ചെയ്യുന്നില്ല. അപ്പോൾ ദൈവസ്നേഹത്തിന്റെ മാഹാത്മ്യത്തെ വ്യക്തമായിട്ട് യോഹന്നാൻ നമുക്കിവിടെ വെളിപ്പെടുത്തി തരുന്നു. ഇനി രണ്ടാമതായിട്ടുള്ള നമുക്ക് ആ വിഷയത്തെ കാണാൻ പറ്റുന്ന വിഷയം, 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അത്താഴത്തിൽ നിന്ന് കർത്താവ് എഴുന്നേറ്റു. അത്താഴം നമുക്കറിയാം ടേബിളിലാണ് അത്താഴം കഴിക്കാനിരിക്കുക. ആ പന്തിയിൽ കർത്താവ് എഴുന്നേറ്റ് വെച്ചിട്ട് തൻ്റെ വസ്ത്രം മാറ്റി വെച്ച് തുവർത്തെടുത്ത് അരയിൽ കെട്ടി. അതൊരു സർവൻഹുഡിന്റെ, ഒരു ദാസന്റെ ചിത്രം കർത്താവ്, അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് കർത്താവ് പരിവർത്തനം ചെയ്യപ്പെടുന്നു. അതൊരു ഇല്യൂഷൻ അല്ല. കർത്താവ് അവരുടെ മുമ്പിൽ കർത്താവ് എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഒരു ചിത്രം അവിടെ കൊടുക്കുക. എന്നിട്ട് കർത്താവ് എന്താ ചെയ്യുന്നത്? ശിഷ്യന്മാരുടെ കാല് കഴുകുവാനായിട്ട് തുടങ്ങി. അതൊരു വലിയൊരു ചിത്രീകരണമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന വിശുദ്ധീകരണത്തിന്റെ വലിയൊരു ചിത്രമാണ് ഈ കാല് കഴുകൽ ശുശ്രൂഷ. ഇത് തിരുമേനിമാര് ഐമേനിമാരുടെ കാല് കഴുകി കൊടുക്കുന്ന ഒരു സ്വാഭാവിക സിമ്പൽ മാത്രമല്ല, താൻ ചെയ്യാൻ പോകുന്ന തന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുന്ന ആ വിശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു നേർ ചിത്രീകരണമായിട്ടാണ് ഈ കാൽ കഴുകൽ ശുശ്രൂഷ ഇരിക്കുന്നത്. അത് തുടർന്നുള്ള കർത്താവിന്റെ വാക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ യോഹന്നാൻ പ്രത്യേകിച്ചിട്ട് സകലത്തിന്മേലും അധികാരമുള്ള കർത്താവ് തന്റെ കയ്യിൽ ദാസന്റെ മുദ്ര എടുത്തിരിക്കുകയാണ്. ദാസവേഷം താൻ എടുത്തു. എന്നിട്ട് അവരോട് പറയാം. അപ്പോൾ അവർക്ക് തോന്നുന്ന സംശയം എന്താ? ശിഷ്യന്മാർ കാൽ കഴുകാൻ തുടങ്ങി. 5-ാം അധ്യായം അവസാന ഭാഗത്ത് വരുമ്പോൾ 6-ാം വാക്യത്തിൽ വരുമ്പോൾ, അവൻ ശിമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട്, കർത്താവേ, നീ എന്റെ കാൽ കഴുകുന്നുവോ എന്ന് ചോദിച്ചു. അത് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത്? ഇവരാണ് കർത്താവിന്റെ കാല് കഴുകേണ്ടത്. അതാണ് കൾച്ചർ, അതാണ് സിസ്റ്റം. എന്നാൽ പെസഹയോടുള്ള ബന്ധത്തിൽ ഇവിടെ ആ സിസ്റ്റത്തിന് ഒരു മാറ്റം കർത്താവ് വരുത്തിയിരിക്കുകയാണ്. ഗുരു ശിഷ്യന്മാരുടെ കാലെ കഴുകുവാനായിട്ട് ആരംഭിച്ചത്. അത് അവർക്ക് മുമ്പിൽ വലിയൊരു പാഠമായിട്ട് മുന്നോട്ട് വരുന്നതായിട്ട്
നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന് പത്രോസ്, നമുക്കറിയാം ഈ 12 ശിഷ്യന്മാരുണ്ട്. 12 ശിഷ്യന്മാരിൽ ഈ 12 പേരുടെയും ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിപുരുഷനായിട്ട് നിന്നുകൊണ്ടാണ് താൻ ഈ ചോദ്യം ചോദിക്കുന്നത്. എന്റെ കാൽ കഴുകുന്നു എന്ന് ചോദിച്ചു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയം, വിനയമുള്ള ശുശ്രൂഷ എന്നുള്ള ആ ഒരു ആംഗിൾ നമ്മൾ അവിടെയാണ് കൊണ്ടുവരുന്നത്. കാല് കഴുകുന്നത് എന്തിനാണ്? നീ എന്തിനാ ഞങ്ങളുടെ കാല് കഴുകുന്നത്? ഗുരുവേ, ഞങ്ങളാണ് ദാസന്മാര്, ഞങ്ങളാണ് ശിഷ്യന്മാര്, നിന്റെ കാല് ഞങ്ങൾ കഴുകേണ്ടതാണ്. ഇതെന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറയുന്ന മറുപടി എന്താ? നിനക്ക് പിന്നെ അത് മനസ്സിലാകും. അപ്പോൾ പത്രോസ് എന്താ പറയുന്നത്? 8-ാം വാക്യത്തിൽ വരുമ്പോൾ, നീ ഒരു നാളും എന്റെ കാൽ കഴുകുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പത്രോസ് അവിടെ ഉദ്ദേശിച്ച ചിത്രം ഗുരുവിനെ പോലെ ആകുന്ന ശിഷ്യനും അതിന് കർത്താവ് ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഗുരുവിൻ മീതെ ആകുന്ന അനുഭവത്തിലേക്കാണ് ഇപ്പോൾ വിഷയങ്ങൾ വന്നത്. പത്രോസ് പറയാം, നീ ഒരിക്കലും എന്റെ കാല് കഴുകുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, കാരണം നീ ഗുരുവും ഞാൻ എന്നും ശിഷ്യനുമാണ്. അപ്പോൾ കർത്താവ് പറയുന്ന വാക്കാണ് ആ വിഷയത്തിൽ അടുത്ത കാര്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ വിനയമുള്ള ദാസ് എന്നുള്ള വിഷയത്തിൽ ഒരു 3 കാര്യം കൂടെ നമുക്ക് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിന് വേണ്ടി പറഞ്ഞിട്ട് മുമ്പോട്ട് പോകാം. 1 പത്രോസ് 4-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ വരുമ്പോൾ, കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ ആ ഒരു ശുശ്രൂഷ മനോഭാവത്തോടെ ചെയ്യണമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യം, 10-ന്റെ 11-ാം വാക്യം. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണത്. അപ്പം പ്രീച്ചിങ് ഉണ്ട്, സെർവിങ് ഉണ്ട്. അപ്പൊ സെർവ് ചെയ്യുവാനായിട്ട് കൃപ ലഭിക്കുക. അത് കൃപ, സർവീസ് എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണ്, അതൊരു ഗിഫ്റ്റാണ്. ഇവിടെ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുന്ന ലെസൺ എന്ന് പറയുന്നത്, കർത്താവിനെ നാം അനുഗമിക്കുമ്പോൾ കൃപാവര ആയിരിക്കുന്നത് പോലെ തന്നെ അത് നമ്മുടെ ഉത്തരവാദിത്വം കൂടിയാണ്. എന്ന് പറയാൻ സുവിശേഷ വേലയ്ക്കായിട്ട് പോകുമ്പോൾ, സഭയിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ്, ഈ ഒരു മനോഭാവം ശുശ്രൂഷകന്മാർക്ക് അല്ലെ ശിഷ്യന്മാർക്ക് ഉണ്ടാകണം, വിശ്വാസികൾക്ക് ഉണ്ടാകണം. എന്ത് മനോഭാവമാണ്? തന്നെ നമ്മൾ വായിക്കുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ. ഇതിന്റെ ശരിയായ വ്യാഖ്യാനം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന് 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കോട്ടെ. ഇവിടെ കർത്താവ് ഈ 12 പേരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊണ്ടാണ് അവരുടെ കാല് കഴുകുന്നത്. ഒരു ശ്രേഷ്ഠത അവർക്കില്ല, അവർ ജന്മനാ പാപികളാണ്, കർത്താവിനാൽ സെലക്ട് ചെയ്യപ്പെട്ടവരാണ്, കർത്താവ് കരുതി കൂടെ കൊണ്ടു നടക്കുന്നവരാണ്. പക്ഷേ ദൈവമക്കളായി തീർന്നു കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് അവരെ കാണുന്നത് കൂട്ടവകാശികൾ, കൃപയ്ക്ക് കൂട്ടവകാശികൾ. റോമാലേഖനത്തിന്റെ പൗലോസ് 8-ാം അധ്യായത്തിൽ ആ വിഷയം ദൈവാത്മാവിൽ വ്യക്തമായിട്ട് പറയുന്നു, മക്കളെങ്കിലും അവകാശികളുമാകുന്നു. അപ്പോൾ പ്രിയമക്കൾ എന്നുള്ള ആ ഒരു സ്ഥാനത്തേക്ക് വന്നപ്പോൾ കർത്താവ് ഇവരെ വിട്ടു പോകുന്നതിന് മുമ്പ് കർത്താവ് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഈ ഒരു ദാസ മനോഭാവം ഇവരുടെ ജീവിതത്തിൽ, ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തു എങ്കിൽ നിങ്ങൾ പരസ്പരം ചെയ്യണമെന്ന് കർത്താവ് താഴോട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പറയുന്ന ഒരു വിഷയം, സേവനം ചെയ്യാനുള്ള ഒരു സെർവിങ് ആറ്റിറ്റ്യൂഡ് വിശ്വാസിലായിരിക്കും നമുക്ക് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. അവരുടെ പ്രതിസന്ധികളിൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നവരുണ്ട്, ഫിസിക്കലി ഹെൽപ്പ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അവിടെയും മടിച്ചു നിൽക്കാതെ ചെയ്യുന്നതാണ് ഈ ഒരു സർവീസ് എന്ന് പറയുന്നത്. കർത്താവ് ശിഷ്യന്മാരെ ആദരിക്കുന്ന ഒരു അനുഭവം നമുക്ക്. എന്നിട്ടാണ് പറയുന്നത്, പ്രാപ്തി പോലെ ചെയ്യണം. അപ്പൊ ഓരോരുത്തർക്കുള്ള പ്രാപ്തിക്ക് വ്യത്യാസമുണ്ട്, അതിനനുസരിച്ച് ചെയ്യണം. എന്നാൽ ശിഷ്യന്മാരുടെ പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്, ഇവരിങ്ങനെ ഒരു മനോഭാവമുള്ളവരല്ല ഈ ശിഷ്യന്മാര്. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 26-27 വാക്യങ്ങൾ, ലൂക്കോസിന്റെ സുവിശേഷം 22, 26, 27 വാക്യങ്ങളിൽ ഈ ശിഷ്യന്മാരുടെ ഇടയ്ക്ക് തങ്ങളിൽ ആരാണ് വലുത് എന്നൊരു ചോദ്യമുണ്ട്. കർത്താവ് കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആ പ്രശ്നം അവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ കർത്താവിന്റെ കൂടെ ഈ 12 പേര് നടക്കുമ്പം ഇവരുടെ മനോഭാവം തങ്ങളിൽ ആരാണ് വലുത്. അപ്പോൾ അങ്ങനെ ആറ്റിറ്റ്യൂഡ്, അത് കോമൺ മനുഷ്യന്റെ പൊതുവായ ഒരു സ്വഭാവമാണ്. വലുതായിരിക്കുക, ആദരിക്കപ്പെടുക, ഞാനാണ് ശ്രേഷ്ഠൻ എന്നുള്ള ചിന്ത. എന്നാൽ കർത്താവ് ഇവിടെ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കുന്ന വിഷയം, നിങ്ങൾ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ നേടണം. അത് കർത്താവ് വെറുതെ പറഞ്ഞാൽ പോരല്ലോ, കർത്താവ് അത് കാണിച്ചു കൊടുക്കണ്ടേ. കർത്താവ് കൃത്യമായിട്ട് ആ വിഷയം ഇവിടെ കാണിച്ചു കൊടുക്കുന്നു, തന്നെക്കാൾ ശ്രേഷ്ഠരായി കാണുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്
മറ്റുള്ളവരെ സെർവ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന മൂന്നാമത്തെ പോയിന്റ്, അതായത് വിനയമുള്ള ശുശ്രൂഷയുടെ മാതൃക എന്നുള്ള വിഷയത്തില് ആദ്യം കർത്താവിന്റെ സേവനത്തിൽ നമ്മൾ പ്രാപ്തി പോലെ ചെയ്യണം. രണ്ടാമതായിട്ട് മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണുന്നവർക്ക് സെർവ് ചെയ്യണം, ശ്രേഷ്ഠരായിട്ട് കണ്ട് സെർവ് ചെയ്യണം. മൂന്നാമത്തെ വിഷയം, താഴ്മ ധരിക്കുമ്പോൾ അല്ലെങ്കിൽ വിനയഭാവമുള്ളവരായി തീരുമ്പോൾ നമുക്ക് നമ്മുടെ അവകാശങ്ങളും നമ്മുടെ ആവശ്യങ്ങളും അതിലുപരി പ്രാധാന്യം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായിരിക്കും. അത് കുറച്ച് വലിയ സെന്റൻസ് ആണ്. അതിന്റെ ആശയം ഇത്രേ ഉള്ളൂ. നമ്മൾ വിനയമുള്ളവരായി തീരുമ്പോൾ മറ്റുള്ളവരുടെ, നമ്മുടെ ആവശ്യം നമ്മുടെ അവകാശം. നമുക്കറിയാം കർത്താവിന് അവകാശമുണ്ട്, ഇവർ കർത്താവിന്റെ കാല് കഴുകേണ്ടതാണ്. എന്നാൽ കർത്താവ് ആ അവകാശത്തെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവരുടെ കാല് കഴുകുക. അതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വിനയഭാവം ഉള്ളവരാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പൊസിഷൻസിന് പ്രയോറിറ്റി കൂടുതൽ കൊടുത്തിട്ട് നമ്മളെ തന്നെ വിനയപ്പെടുത്തുന്നതെന്നേ അതിന്റെ ആശയമുള്ളൂ. അത് കർത്താവ് കൃപ തരുന്നത് പോലെ ഓരോരുത്തർക്ക് ചെയ്യാവുന്ന ശുശ്രൂഷയാണ്. ഇനി ഈ ശുശ്രൂഷ സ്വീകരിക്കുന്നതിനും വിനയം ആവശ്യമാണ്. നാലാമതായിട്ട് ഇവിടെ കർത്താവ് ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് ഇരുന്ന് പത്രോസ് എന്താ പറഞ്ഞേ? നീ എന്റെ കാല് കഴുകാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം പത്രോസ് പറയുന്നത് നീ എന്റെ കാല് കഴുകണ്ട. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ കഴുകാൻ ഞാൻ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. അപ്പോൾ ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ വിനയഭാവത്തോടെ അടുത്ത് വരുമ്പോൾ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം ശരിയായ നിലയിൽ കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ദൈവം സ്നേഹമാണ്, ഞാൻ ദൈവമകനാണ്, ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് നമ്മൾ പറയുന്നതിലുപരി വ്യക്തിപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹത്തിന്റെ മാഹാത്മ്യം അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളണമെന്നാണ് യോഹന്നാൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 8ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, നീ ഒരു നാളും എന്റെ കാൽ കഴുകയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ആ വാക്ക് പത്രോസിന്റെ ഹൃദയത്തെ ശരിക്കും ഹത്യ ചെയ്യുന്ന ഒരു വാക്കാണ്. നിനക്ക് ഞാനുമായിട്ട് ഒരു കാര്യവുമില്ല, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് ഞാനുമായിട്ട് ഒരു കാര്യവുമില്ല. അത് ബോധ്യപ്പെട്ട പത്രോസ് എന്താ പറയുന്നത്? കർത്താവെ, എന്റെ കാൽ മാത്രമല്ല കയ്യും തലയും കൂടെ കഴുകണം. അപ്പോൾ ഇവിടെ ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം കർത്താവ് നൽകുന്ന ശുദ്ധീകരണത്തിന്റെ ആവശ്യകത. അതാണ് നമ്മൾ മൂന്നാമത്തെ പോയിന്റായിട്ട് നമ്മൾ കണ്ടത്. ഈ ഒരു കർത്താവിന്റെ പ്രവൃത്തിയിൽ മൂന്നാമതായിട്ട് വെളിപ്പെടുന്ന വിഷയം കർത്താവ് നൽകുന്ന ശുദ്ധീകരണത്തിന്റെ ആവശ്യം, അല്ലെ കർത്താവിനാൽ ഒരു വിശുദ്ധീകരണം ആവശ്യം, അതിന്റെ ആവശ്യകത എന്താണ്? അപ്പം നമ്മുടെ ഒക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്ന് കർത്താവ് പത്രോസ് പറയണ, കർത്താവ് നീ എന്റെ കാല് കഴുകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല. കർത്താവ് പറഞ്ഞു, നീ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ നിന്റെ കാല് കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ ഓഹരിയില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ഭാവിയിൽ ഇതിന്റെ ആശയമാണ് പത്രോസിനോട് മുമ്പ് പറഞ്ഞത്. ഇപ്പോൾ നിനക്കിത് മനസ്സിലാകത്തില്ല, പിന്നെ മനസ്സിലാകും. കർത്താവ് കാൽവരി ക്രൂശിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ, കാൽവരി ക്രൂശിൽ രക്തം ചൊരിഞ്ഞ് ആ രക്തത്താൽ കഴുകി മാനവ സമൂഹത്തെ, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ വരുന്നവരെ ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയയുടെ ഒരു സിംബോളിക് ചിത്രീകരണമാണ് ഈ കർത്താവ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് രക്ഷയോടുള്ള ബന്ധത്തിലും, 2 ജീവിതത്തോടുള്ള ബന്ധത്തിലും. രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതം വിനയമുള്ളതായിരിക്കണം, ദാസമനോഭാവമുള്ളതായിരിക്കണം എന്ന് ഒരു വശത്ത് പറയുമ്പോൾ, മറുവശത്ത് കർത്താവ് ഒരുക്കുന്ന രക്ഷയെ അത് ശരിയാക്കാം. ഇവിടെ പത്രോസിന്റെ വിഷയം, പത്രോസ് കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞത് പത്രോസ് ആ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട്, ഗുരുവും ശിഷ്യനും എന്നുള്ള ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് പത്രോസ് പറയാൻ, നീ എന്റെ കാല് കഴുകാനായിട്ട് പാടില്ല, ഞാൻ നിന്റെ കാലാണ് കഴുകേണ്ടത്. കർത്താവ് അപ്പോൾ പറഞ്ഞ മറുപടി, നീ കഴുകുന്നില്ല എങ്കിൽ നിനക്ക് പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പത്രോസ് പറയുന്നത്, എന്നെ മുഴുവനും കഴുകണം, എന്റെ തലയും കഴുകണം, എന്നെ മുഴുവനായും കഴുകണം. അപ്പോൾ കർത്താവ് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കുളിച്ചിരിക്കുന്നവന് പിന്നീട് കുളിക്കേണ്ട ആവശ്യമില്ല, കാൽ കഴുകിയാലും മതി. അത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതമാണ്. അത് കർത്താവ് അനുവദിച്ചാൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കും. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, ഇനി 5 മിനിറ്റ് കൂടെ മുമ്പിലുള്ളൂ. ഇത് വളരെ വിശാലമായ ഒരു ആശയം നമ്മുടെ ഉള്ളിൽ തരുന്നത്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ വീണ്ടും രക്ഷിക്കപ്പെടേണ്ട ആവശ്യമല്ല ഉള്ളത്. അവൻ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന അവസ്ഥയാണ് അവിടെ വേണ്ടത്. എന്നാൽ കർത്താവ് ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് പ്രാധാന്യത്തോടെ പറയുന്ന ഒരു വിഷയം, ഈ കഴുകപ്പെടലിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന അനുഭവം 2 കൂട്ടർക്കും ഉണ്ടാകണം. അതായത് പാപികൾക്ക് ഒരു കുളി ആവശ്യമാണ്.
അത് എന്താണെന്ന് കർത്താവ് പിന്നീടാണ്, മുന്നോട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. എന്നാൽ ഇവിടെ ശിഷ്യന്മാരോട്, നിങ്ങൾ ഓൾറെഡി കുളിച്ചവരാണ്, നിങ്ങൾ ഓൾറെഡി പാപക്ഷമ പ്രാപിച്ചവരാണ്, ഇനി നിങ്ങൾക്ക് വേണ്ടത് കാല് കഴുകുന്ന ഒരു പ്രക്രിയ. നിങ്ങൾ എവിടെയാ സഞ്ചരിക്കുന്ന? ലോകത്തിൽ സഞ്ചരിക്കുന്നു. നമ്മളൊക്കെ വിശ്വാസ ജീവിതത്തിൽ സഞ്ചരിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന സന്ദേശം, നമുക്ക് രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവമക്കളാണ്. ഈ ലോകത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ ലോകത്താലുള്ള കളങ്കം നമ്മളെ പറ്റുവാനുള്ള എല്ലാ സാധ്യതയുണ്ട്, പറ്റുന്നുണ്ട്. ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തില് ലോകത്താലുള്ള കളങ്കം പറ്റുന്ന, യാക്കോബ് ലേഖനം എന്ന് പറയും, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെ താൻ സൂക്ഷിക്കുന്നതാണ് ദൈവഭക്തി. 1-27 വാക്യം യാക്കോബിന്റെ ലേഖനം. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് വന്നിട്ട് കർത്താവ് ഇവരെ കൊണ്ടുവന്ന് നിർത്തിക്കുന്ന സ്ഥലം ഏതായി? യോഹന്നാൻ ഈ വിഷയം കൊണ്ട്, ശരിക്കും പറഞ്ഞാൽ യോഹന്നാൻ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഒന്ന്, കർത്താവ് ഗുരുവായിരിക്കുന്ന കർത്താവ് ശിഷ്യനായിരിക്കുന്ന തന്റെ കാൽ കഴുകുകയാണ്. കർത്താവ് പറയുന്ന വിഷയം, ഞാൻ നിന്റെ കാല് കഴുകി കഴിഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ മുമ്പിൽ യോഹന്നാൻ നിന്നുകൊണ്ട് ദർശിക്കുന്നത് കർത്താവിന്റെ സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് ലോക മനുഷ്യരെ പോലെ പാപത്തിന്റെ വഴിയിൽ സഞ്ചരിച്ച നിത്യനാശത്തിലേക്ക് പോകേണ്ട യോഹന്നാൻ ഉൾപ്പെടുന്ന ശിഷ്യഗണത്തെ കർത്താവ് തനിക്ക് സ്വന്തം ജനമായി ചേർത്തു. ആ സ്നേഹിച്ച ആദ്യ ദിവസം മുതൽ അവസാന നിമിഷം വരെ ഇതിന് 2 ആസ്പെക്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ, കർത്താവ് മരിക്കുന്ന ആ സമയം വരെയും അവരെ സ്നേഹിച്ചു എന്നുള്ള ആശയത്തിലെടുക്കാം. നമ്മൾ ദൈവത്തിന്റെ അരുളപ്പാട് പൂർണ്ണമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നിത്യതയോളം സ്നേഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് ഈ ലോകത്ത് കർത്താവിന് മരണം വരെയല്ല, മരണശേഷം കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരും എന്ന് കർത്താവ് പറഞ്ഞു. എന്നിട്ട് പിന്നെയും കർത്താവ് കൃത്യമായിട്ട് അവർക്ക് ആ പ്രത്യാശയുടെ നങ്കൂരം കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെ കൈവിടാത്ത ആ സ്നേഹത്തിന്റെ നിത്യസ്നേഹം. എന്നാൽ ഈ യോഹന്നാൻ ഈ ചിത്രത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ഇത്രമാത്രം എന്നെ സ്നേഹിച്ച കർത്താവിനോട് ഞാൻ എത്ര വിശ്വസ്തനായിരിക്കണം എന്ന് പറഞ്ഞാൽ എന്റെ മനോഭാവം എന്തായിരിക്കണം? കർത്താവ് എന്നോട് ഒരു ദാസ മനോഭാവം കാണിച്ചെങ്കിൽ എന്നിൽ എത്രത്തോളം വിനയം ഉണ്ടാകണം. അതാണ് യോഹന്നാൻ നമുക്ക് പകർന്നു തരുവാൻ ഉദ്ദേശിക്കുന്ന ആശയം. നമ്മൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആകാം, ഹൈലി റിച്ച് ആകാം, മറ്റുള്ളവരെക്കാട്ടിലും ഒക്കെ ഒത്തിരി സൗന്ദര്യമുള്ളവരാകാം, സൗകര്യങ്ങളുള്ളവരാകാം, വിശ്വാസത്തിനിടയിൽ തന്നെ നമുക്ക് ഒത്തിരി ഔന്നത്യമുള്ളവരാകാം. പക്ഷെ കർത്താവിന്റെ സന്നദ്ധിയിൽ നാം ശുശ്രൂഷകരായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാവം അതെങ്ങനെയുള്ളതായിരിക്കണം എന്നാണ് കർത്താവ് യോഹന്നാൻ മുഖാന്തരം എടുക്കുന്നത്. യോഹന്നാൻ കർത്താവിന്റെ സ്നേഹത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ വിധേയപ്പെട്ട ആ മനസ്സിന്റെ ചിത്രമാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. അവൻ എന്നെ സ്നേഹിച്ച ആദ്യ ദിവസത്തിൽ മുതൽ അതുപോലെ തന്നെ അന്ത്യം വരെയും എന്നെ സ്നേഹിച്ചു. എന്നെ മാത്രമല്ല, ഞങ്ങൾ 12 പേരെ സ്നേഹിച്ചു. ഈ 12 പേരെ മാത്രമല്ല, വിശ്വസിച്ച എല്ലാവരെയും കർത്താവ് സ്നേഹിച്ചു. എന്നാൽ കർത്താവ് മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ ആ സ്നേഹത്തിന്റെ പ്രവൃത്തിയിൽ അവർക്ക് കൊടുത്ത ആദരവിനെ അവർ കണ്ടു. തങ്ങളുടെ യജമാനനായിരിക്കുന്ന, തന്റെ ഗുരുവായിരിക്കുന്ന കർത്താവ് തങ്ങളുടെ കാൽപാദം കഴുകിയപ്പോൾ അത് വല്ലാത്തൊരു അവരുടെ ഹൃദയത്തെ ഹത്യ ചെയ്യുന്ന, അവരുടെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് കർത്താവ് ചെയ്തത്. എന്നാൽ കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്ത പ്രവൃത്തിയിൽ അവർ അതിന്റെ ആശയം മനസ്സിലാക്കി. കർത്താവ് അവരെ ആദരിച്ചു. ഈ 3.5 വർഷക്കാലം വിശ്വസ്തയോടെ കർത്താവിനെ അവർ പിൻപറ്റിയതിന് കർത്താവ് അവരെ ആദരിച്ചു. അവരുടെ സ്നേഹത്തെ, അവരുടെ ശിഷ്യത്വത്തെ ഒക്കെ കർത്താവ് ആദരിച്ചു കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ആദരപൂർണമായ ഒരു സ്നേഹം. ഭാവനയിലുള്ള സ്നേഹമല്ല, നമ്മൾ പറയുന്നുണ്ട് അളവില്ലാത്ത സ്നേഹം. പക്ഷെ ഇവിടെ പ്രത്യേകത എന്ന് പറയുന്നത് ആദരവോടെ കർത്താവ് സ്നേഹിച്ചു എന്നുള്ളതാണ്. ആ സ്നേഹം അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത ഇമ്പാക്ട് അല്ലെ ഗുണപാഠം എന്ന് പറയുന്നത്, ഈ വിനയത്തിന് ഒരു അടിസ്ഥാനമുണ്ട്, ഈ പ്രവൃത്തിക്ക് ഒരു അടിസ്ഥാനമുണ്ട്, അത് നിങ്ങളുടെ വീണ്ടെടുപ്പാണ്. ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കണം, വിശ്വസ്തരായിരിക്കണം എന്നുള്ള പാഠം കർത്താവ് തരുന്നു. കർത്താവ് അനുവദിച്ച അടുത്ത ക്ലാസ്സിൽ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ കാലിൽ പറ്റുന്ന ചെളികൾ അതെങ്ങനെ കഴുകിക്കളയണം എന്നുള്ളതാണ് കർത്താവ് പറയുന്നത് എന്നുള്ള വിഷയം ചിന്തിക്കാം. ഈ വിഷയങ്ങളെ കൂടുതലായിട്ട് കുറച്ചുകൂടെ വിശാലമായിട്ട് വ്യക്തിപരമായിട്ട് ചിന്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.